ഇത്രയും വലിയ പശുവാണ്ട് പല്ല് കാണിക്കാച്ച ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? കുഴപ്പമില്ല. 8 പല്ലാണല്ലേ? അത്ര പ്രശ്നമില്ല. 6 പല്ല. ഓക്കെ, 6 പല്ലട്ടാ. സൂപ്പർ മഞ്ഞപ്പാലേ, അടിപൊളി മഞ്ഞപ്പാല്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ക്ഷീര ഡയറി ഫാമിലാണ്. ഇവിടെ പശുക്കളുടെ പുതിയ ലോഡ് വന്നിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 25-30 ലിറ്റർ കറക്കുന്ന അടിപൊളി പശുക്കളാണ്. ഫാമുകാർ കണ്ടതിനെ കൊത്തിക്കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വയ്ക്കുക. ഇത്തവണത്തെ പുതിയൊരു അതിഥിയാണ് നമ്മുടെ ഫാമിലി. ഇങ്ങനത്തെ ഒരു കളർ ആദ്യമായിട്ട് വരികയാണ്. ഇതിന് തമിഴ്നാട് പറയുന്നത് ശിവാജി HF എന്നാണ് പറയുന്നത്. ശിവാജി HF എന്നല്ലേ? നമ്മൾ ഇവിടെ പറയുന്നത് 6 ബ്രൗൺ. ഇതിപ്പോ രണ്ടാമത്തെ പ്രസവം. ഇത് ഫസ്റ്റ് പ്രസവത്തിൽ 28 കറന്നതാ. ഫസ്റ്റില് 28 അല്ലേ? അതെ അതെ. ഇപ്പൊ മഞ്ഞപ്പാലാണ്, പ്രസവിച്ചാണ്. വിറ്റുപോയോ? പിന്നെ ഇല്ല, ഇത് കൊടുത്തിട്ടില്ല. ഇല്ല. റേറ്റ് നമുക്ക് 140 വരുന്നുണ്ട്. നമുക്ക് ഈ ഷോയ്ക്കൊക്കെ നിർത്താം. അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ള പശുവാണ്. അടിപൊളി. ആർക്ക് വേണേലും കോണ്ടാക്ട് ചെയ്യാം. 28 നമ്മൾ നേരത്തെ കറന്നതാണ്. നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു 30-32 കിട്ടുന്ന അടിപൊളി. കാരണം പശുവിന് 30 കിട്ടും എന്ന് പറയാനുള്ള കാരണമുണ്ട്. കാരണം വെച്ചാൽ അതിനുള്ള പാൽഞ്ഞരമ്പുണ്ട്, പിന്നെ മടിസെറ്റ് ഉണ്ട്. ഈ കാണുന്ന ആളെ കണ്ടിട്ട് നല്ല പാലുൽപാദനം ഉണ്ടാവുമല്ലോ. നമുക്കൊരു 25 ലിറ്റർ പാല് പ്രതീക്ഷിക്കാം. അടിപൊളിയാണല്ലോ. രണ്ടാം പ്രസവം HF. അതെ, HF ആണ്. എന്താ പറയാ, ഹൈറ്റ് കുറച്ച് കുറവാണ്. ഹൈറ്റ് കുറവാണ്, നല്ല സൈസുള്ള പശു കേട്ടോ. അടിപൊളി. പ്രസവം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? ഇതിപ്പോ പ്രസവിച്ചിട്ടുള്ളൂ. ഏകദേശം ഒരു 1.5 മണിക്കൂറാവും. വണ്ടിയിൽ പ്രസവിച്ചതാ. അത്ര ആയിട്ടുള്ളൂ അല്ലേ? സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആണ്. എത്രാമത്തെ ആളുടെ പ്രസവം? ഇത് രണ്ടാം പ്രസവം. രണ്ടാമത്തെ. ഏറ്റവും കുറഞ്ഞപ്പോ 25 പറയണം അല്ലേ? 25 ലിറ്റർ പാലാണ് പറയുന്നത്. മടിസെറ്റ് ഉണ്ട് അതിന്. ഫാമർക്കൊക്കെ പറ്റിയ തീറ്റയും കുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പ്രശ്നമില്ല. അടിപൊളി മടിസെറ്റ് ആട്ടൊക്കെയാണ് കേട്ടോ. ആളുടെ പാൽഞ്ഞരമ്പൊക്കെ ഒന്ന് കണ്ടോ. കാരണം പാൽഞ്ഞരമ്പാണ്, പിന്നെ കുറച്ച് ചെളി പിടിച്ചിട്ടാ. നമ്മളങ്ങനെ കഴുകി ഇങ്ങനെ ഭയങ്കര ഷൈനിങ് ആയിട്ട്. അതെ അതെ. ഇതും ഒരു അത്യാവശ്യം നല്ല സൈസുള്ള പശുവാണ്. ആളുടെ എത്രാമത്തെ പ്രസവമാണ്? ഇത് രണ്ടാമത്തെയാണ്. ഹൈറ്റ് ഉണ്ട്, വെയിറ്റ് ഒക്കെ ഉണ്ടല്ലേ? അതെ അതെ, നല്ല സൈസാണ്. ഒറ്റ മിനിറ്റ്, ആളുടെ മടിയൊക്കെ ഒന്ന് കാണിക്കട്ടെ. കൊള്ളാട്ടാ. ആളുടെ പ്രസവം കഴിഞ്ഞില്ലേ? പ്രസവം കഴിഞ്ഞതാ. എത്ര ദിവസമായിട്ടുണ്ട്? 3 ദിവസമായി. എത്രത്തോളം പാലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്? ഇത് നമുക്ക് ഏറെക്കുറെ ഒരു 25 to 30 ഉള്ളിൽ. ഇത് വിറ്റുപോയാ? ഇത് കൊടുത്തുപോയി. തല ഉയർത്തിക്കാൻ ഏകദേശം 6 അടിക്ക് മേലെ പൊക്കുക. ഈ ആരോഗ്യമുള്ള പശുക്കളെ വാങ്ങിച്ചാൽ ശരിക്കും എന്താ ഗുണം എന്ന് പറഞ്ഞു? നമുക്ക് ആരോഗ്യമുള്ള പശുക്കളെ വാങ്ങിയാലാണ് നമുക്കൊരു ചുരുങ്ങിയതൊരു 4-5 വർഷമെങ്കിലും നമ്മുടെ ഫാമിൽ നിർത്താൻ പറ്റും. അതെ അതെ അതെ. പിന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തിന് ഒരു ഇഷ്യൂ വരുന്നില്ല. ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരത്തില്ല. എന്താ കാരണം ചോദിച്ചാൽ കൂടുതൽ HFന് എല്ലാവരും കംപ്ലൈന്റ് പറയുന്നതിന്റെ മെയിൻ കാരണം നമ്മൾ തീറ്റയുടെ അളവ് കുറയുന്നതുകൊണ്ടാണ്. തീറ്റയിൽ നമുക്കിപ്പോൾ 1 ലിറ്റർ പാലിന് 400 ഗ്രാം വെച്ച് തീറ്റ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ലിറ്റർ ആണോ പാല് തരുന്നത് അതിന്റെ 400 ഗ്രാം വെച്ചിട്ട് അളന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂവും വരില്ല. പിന്നെ ഈ HFൽ പെട്ട ഉൽപാദനത്തിൽപ്പെട്ട പശുക്കൾക്ക് നമ്മൾ എന്താ പറയുക, ടോണിക്, കാൽസ്യത്തിന്റെ ടോണിക് കൊടുക്കുന്നത് നിർബന്ധമാണ്. അത് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് പാലുൽപാദനം നീണ്ടു നിൽക്കും. നമ്മൾ കാൽസ്യം എന്നൊരു സംഭവം ഇതിൽ ഡൗൺ ആകാതിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, 1 വർഷം വേണമെങ്കിൽ നമുക്ക് കറക്കാം, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇവിടുത്തെ ഫാമിലത്തെ അനുഭവമാണ് ഞാൻ പറയുന്നത്. പലർക്കും പല അനുഭവങ്ങളും ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഈ മോഴ പശുക്കൾ തന്നെയാണല്ലോ നിങ്ങൾ എടുക്കുന്നത്? അതെ, അത് മോഴ എന്ന് പറയാൻ പറ്റില്ല. ഇവരെല്ലാവരും കൊമ്പുള്ളവരാ. ഈ കൊമ്പ് കണ്ടോ, കൊമ്പ് കരിച്ചവരാ. കൊമ്പ് കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതിലെ കുട്ടിയാകുമ്പോ തന്നെ കരിക്കലാണ്. കരിക്കാനുള്ള കാരണം വേറൊന്നുമല്ല, ചിലവർക്ക് കൊമ്പ് ഇഷ്ടപ്പെടില്ല, തട്ടോ അങ്ങനെ കുത്തിടാൻ പാടില്ല. അപ്പൊ നമുക്ക് സെയിൽസിന് അത് ബുദ്ധിമുട്ടാവും. ഇത് നമ്മുടെ പുതിയൊരു ഐറ്റമാണ്, പുതിയൊരു അതിഥി അങ്ങനെ വേണം പറയാൻ. കൊമ്പുണ്ടല്ലോ? അതെ അതെ, ചെറിയൊരു കൊമ്പ് 2 സൈഡിലും. കഞ്ഞിയല്ലാണോ അത്? അല്ല, രണ്ടാം പ്രസവം. രണ്ടാമത്തെ ആണല്ലേ? കൂടുതലും ഈ ഫാമേഴ്സിന് രണ്ടാം പ്രസവമാണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ പാലുൽപാദനം കൂടുതൽ കിട്ടും. നമുക്കൊരു നമ്മുടെ കാലാവസ്ഥയൊക്കെയായിട്ട് പെട്ടെന്ന് തന്നെ സെറ്റ് ആവുകയും ചെയ്യും. കടിഞ്ഞൂണാകുമ്പോൾ ഒരു 18-20 ഉള്ളിലല്ലേ വരുള്ളൂ. ഇതാകുമ്പോൾ എല്ലാം 25, 23 അതിന് മേലേക്ക് ആയിരിക്കുള്ളൂ. ശ്രദ്ധിക്കുന്നവർ രണ്ടാമത് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത്യാവശ്യം ആയിട്ടുള്ള പശു തന്നെയാണ്. നമുക്ക് ഫാമേഴ്സിന് പറ്റും. നമുക്കിപ്പോ ഞങ്ങള് ഇവിടെ നമ്മുടെ ഷെഡിൽ നിൽക്കുന്നൊക്കെ ഇങ്ങനത്തെ പശുക്കൾ തന്നെയാണ്. ഈ കാണുന്ന പൊട്ടുട്ട സുന്ദരിയാണല്ലോ. അതെ അതെ, ഇതൊരു പുതിയ അതിഥി. അതെ, ചെറിയ കൊമ്പൊക്കെ ഉള്ള ആൾക്ക്. അതെ അതെ, രണ്ടാം പ്രസവം. 6 പല്ല. 6 പല്ല. സ്കിൻ ക്വാളിറ്റി ഒക്കെ അടിപൊളി. കാരണം പാൽഞ്ഞരം കണ്ടോട്ടാ, സൂപ്പർ പാൽഞ്ഞരമ്പാണ്. നമുക്കൊരു 20 മുതൽ 25 അത്യാവശ്യം ആരോഗ്യമുള്ള പശു. ഇതിപ്പോ വിറ്റുപോയില്ലേ? ഇത് കൊടുത്തേ ഇപ്പൊ ഓൺ ദ സ്പോട്ടിൽ വിറ്റുപോയിട്ടെ. കാരണം വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത് ഇതിന് വേണം എന്ന് പറഞ്ഞത്. വന്നവർ തന്നെ പിന്നെയും വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മുടെ എടുത്തവരാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും കമന്റ് ചെയ്യുന്നവർ വില കൂടുതലാണ് കമന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ചിട്ട് സാധനം വരുന്നുണ്ട്. ഇന്ന് രാവിലെ 2 മണിക്ക് വന്നിട്ടുള്ളൂ. സമയം കൊണ്ട് 10 പശുവിൽ 8 പശു സെയിലായി.
ഇവർ 2 പശു മാത്രമേ നമുക്ക് സെയിലിനുള്ളൂ. അതും ഇപ്പം നമുക്ക് വീഡിയോ കോൾ വഴി കൊടുക്കാനുള്ളതേ ഉള്ളൂ. നമ്മൾ ആ ഭാഗം നോക്കിയിട്ട് ഇപ്പോൾ രാവിലെ 2 മണി മുതലേ ഇവിടെ ആൾക്കാരാണ്. വണ്ടി കുറച്ച് പശു കയറിപ്പോയി നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ ഇതിൽ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പൊ എൻക്വയറിക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതിലേക്കൊന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി, മൊത്തത്തിൽ മാറി ചിന്തിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ചിന്താമണി ഒരിക്കൽ നേരിട്ട് പോയവര് പിന്നെ അപ്പൊ അറിയാം അവിടെ റേറ്റ് എങ്ങനെയുണ്ട്. നല്ല പശുക്കൾക്ക് ക്യാഷ് കൊടുക്കാതെ ഒരിക്കലും ഇവിടെ എത്താൻ പറ്റില്ല എന്നുള്ളത് ഇപ്പൊ ഞാൻ പറയും. ഇപ്പോഴും ഞാൻ പറയാം, ഇവിടെ ആര് വരികയാണെങ്കിലും ഞാനിപ്പോ വീഡിയോയിലൂടെ തന്നെ പറയാം, നമുക്ക് ബഡ്ജറ്റ് എന്തായാലും 1 രൂപയുടെ മേലെ വരും. പശുവിന് ക്വാളിറ്റി ഉള്ള പശു വേണമെങ്കിൽ ആ ഒരു റേറ്റിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയണം. മറ്റുള്ളവരെ പോലെ 50-60 തരാൻ ഞാൻ ഒരിക്കലും പറയില്ല. 1 രൂപയുടെ മേലെ തന്നെ വരും. ഓരോ ആഴ്ച കൂടുന്തോറും റേറ്റ് കൂടിയും കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പഴയ പോലെ റേറ്റിനൊന്നും കിട്ടാനില്ല. 1.10, 1.15 20ന്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് പശുക്കൾ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടുന്ന് ഇവിടെ വരാനുള്ള ഫുള്ള് കാൽക്കുലേഷൻ കഴിഞ്ഞ് ഒരു 5 രൂപ നമ്മുടെ പ്രോഫിറ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 500, 1000 കിട്ടിയാൽ കൊടുക്കുന്നു ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമ്മൾ 5000 രൂപയെങ്കിലും ഒരു പശുവിന് പ്രോഫിറ്റ് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. 5000, 4000 കിട്ടിയാലേ ഞങ്ങൾ കൊടുക്കുള്ളൂ. അത്ര റിസ്ക് നമുക്ക് ഇതിലുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫാമുകാരാണോ അതോ വീട്ടിൽ നിന്നല്ല ചെറുകിട കർഷകരാണോ കൂടുതൽ? കൂടുതലും ഫാമുകാർ തന്നെയാണ്. എന്താ വെച്ചാൽ അവർക്ക് അറിയാം അത് എന്താണെന്നുള്ളത് അവർക്ക് അറിയാം. ഇതുപോലുള്ള പശുക്കൾ വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയത് മുതൽ അവർക്ക് ഷുവറായിട്ട് അവർ നമ്മുടെ തന്നെ വീണ്ടും വീണ്ടും വന്ന് പല ഫാമുകാർ എടുക്കുന്നുണ്ട്. പിന്നെ വീട്ടുകാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു വീട്ടുകാർക്ക് കൊടുക്കാൻ നമുക്കൊരു പേടിയാണ് സത്യം പറഞ്ഞു വെച്ചാൽ. എന്താ പറഞ്ഞു വെച്ചാൽ ഇത് നോർമലി നോക്കുന്ന പോലെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതിന് കൊടുക്കേണ്ട ഫുഡ് ചിലവരൊക്കെ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് പോയി നമ്മൾ അത്രയും പറഞ്ഞു കൊടുക്കും. അവിടെ പോകുമ്പോൾ 3 നേരം തവിട് കലക്കി വെച്ചിട്ടും 3-4 നേരം കറക്കലും അങ്ങനെയൊന്നും ഈ പശുക്കളെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്തു പോകണം. വീട്ടിലാണെങ്കിൽ പുല്ല് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, വെയിലില്ലാത്ത സമയത്ത് മേക്കുന്നതുകൊണ്ടും പ്രശ്നമില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങൾ ക്ലിയർ ആയി ചെയ്തില്ലെങ്കിൽ അത് പശുക്കൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ കാണുന്ന പശുവിന്റെ കറവയായിട്ട് നമ്മൾ ഇന്ന് കാണാൻ പോകണം കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആ ഒരു പ്രശ്നമൊന്നുമില്ല അല്ലേ? വലുതായിട്ടില്ല, എന്നാലും നീരുള്ള കാരണം ചെറിയൊരു വേദന ഉണ്ടാവും. വേദന ഉണ്ടാവും. മിക്കവാറും ഇവരൊക്കെ കൈക്കറവായിരുന്നു നേരത്തെ അല്ലേ? കൈക്കറവാകാൻ ചാൻസ്, കാമ്പിന്റെ ലെവല് കാണുമ്പോൾ ചിലപ്പോ കൈക്കറവാകാൻ സാധ്യത. കുഴപ്പമില്ല, അത്യാവശ്യം മഞ്ഞപ്പാലല്ലേ, നീരുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നീരുണ്ട് മാട്ടിന്. പ്രസവം കഴിഞ്ഞതിന്റെ നീരൊന്നും കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ല. നല്ല നീരാണ്. അപ്പൊ നമ്മള് ഫുള്ളായിട്ടൊന്നും കറക്കണില്ല. മഞ്ഞപ്പാലല്ലേ, ഇത്ര ദിവസം വന്നതല്ലേ. കുട്ടിയെ നമ്മൾ ബോട്ടിലെ കുടിപ്പിക്കുക, അങ്ങനെ ഫുള്ളായിട്ട് കറക്കുന്നില്ല. ഒരു പകുതിയെ നമ്മൾ കറന്നെടുക്കണുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ക്യാച്ച് ഡൗൺ ആണ്ടാവട്ടെ, മഞ്ഞപ്പാലല്ലേ. അപ്പൊ കുറച്ചാണ് കറന്നിട്ടുള്ളൂ. ഇപ്പൊ ഫുള്ളായിട്ട് കറക്കുന്നില്ല. മടിസെറ്റ് ഫുള്ള് ലൂസ് ആക്കിയിട്ടില്ല. ഒരു 4-5 ലിറ്ററിന്റെ ഉള്ളിലാണ് കറക്കുന്നുള്ളൂ. മഞ്ഞപ്പാലാണ്, കണ്ടില്ലേ? 5 ലിറ്ററിന് മേലെ ഒരു 6 ലിറ്റർ ഉണ്ടാവും അത്യാവശ്യം. ഫുള്ളായിട്ട് നമ്മൾ കറന്നിട്ടില്ല.